വെൽക്കം ബാക്ക് ടു ഡിസോക്ക് മാർക്കറ്റിംഗ്. എങ്ങനെയാണ് ഡിസോക്ക് മാർക്കറ്റിംഗിൽ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യേണ്ടതെന്ന് വിശദീകരിച്ചു. ഇനി എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഡിസോക്ക് മാർക്കറ്റിൽ ജോയിൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളിൽ ഓരോരുത്തർക്കും ലഭിക്കുന്നതെന്ന് വിശദീകരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറഞ്ഞു, ഇതൊരു ഫ്രീ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോമാണ്. ഇതിൽ ജോയിൻ ചെയ്ത നിങ്ങളിൽ ഓരോരുത്തർക്കും ഒരു ബിസിനസ് ഓർ പ്രോഡക്റ്റ് ഓർ സർവീസ്, അതുമല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഏതെങ്കിലും തരത്തിൽ ഒരു ബിസിനസ്, അതൊരു പ്രോഡക്റ്റ് ആകാം സർവീസ് ആകാം ഉണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ആദ്യത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മൾട്ടി ലെവൽ ഇൻകം ജനറേറ്റിംഗ് സോഴ്സ് ആണ് ഡിസോക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഓരോരുത്തരും ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഡിസോക്ക് കോഡ് ലഭിച്ചിട്ടുണ്ട്. ഈ ഡിസോക്ക് കോഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പെർമനന്റ് കോഡാണ്. നിങ്ങൾ ഇതിൽ ഓരോ പ്രോഡക്റ്റുകളും ഓരോ സർവീസുകളും പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കോഡ് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങളുടെ കോഡ് യൂസ് ചെയ്ത് നടക്കുന്ന ഓരോ ബിസിനസിന്റെയും 50% കമ്മീഷൻ നിങ്ങൾക്കുള്ളതാണ്. അതിനുശേഷം നിങ്ങളുടെ കോഡ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ 10 സുഹൃത്തുക്കളിൽ ആരുടെയെങ്കിലും ഒരു കോഡ് യൂസ് ചെയ്താണ് ബിസിനസ് നടക്കുന്നതെങ്കിൽ ആ ബിസിനസിന്റെ പ്രോഫിറ്റിന്റെ 50% നിങ്ങളുടെ ഫ്രണ്ടിനും 30% നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഡയറക്റ്റ് ജോയിൻ ചെയ്യിപ്പിച്ച 10 സുഹൃത്തുക്കൾ, ജോയിൻ ചെയ്യിപ്പിച്ച 100 സുഹൃത്തുക്കൾ, അവരിൽ ആരുടെയെങ്കിലും കോഡ് യൂസ് ചെയ്താണ് ഒരു ബിസിനസ് നടക്കുന്നതെങ്കിൽ ആ ഒരു ബിസിനസിന്റെ 20% കമ്മീഷൻ നിങ്ങൾക്കും 30% കമ്മീഷൻ നിങ്ങൾ ഡയറക്റ്റ് ജോയിൻ ചെയ്യിപ്പിച്ച സുഹൃത്തുക്കൾക്കും 50% കമ്മീഷൻ നിങ്ങളുടെ സെക്കൻഡ് ലെയറിലെ സുഹൃത്തിന് ലഭിക്കും. നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് 1000 ഫ്രണ്ട്സ് അടങ്ങുന്ന തേർഡ് ലെയറിലെ ആരുടെയെങ്കിലും ഒരു ഡിസോക്ക് കോഡ് യൂസേജ് ചെയ്താണ് അവിടെ ഒരു ബിസിനസ് നടക്കുന്നതെങ്കിൽ ആ പ്രോഫിറ്റിന്റെ 10% നിങ്ങൾക്കും 20% നിങ്ങളുടെ തൊട്ടു താഴെയുള്ള ഫ്രണ്ട്സിനും 30% അതിന് താഴെ സെക്കൻഡ് ലെയറിലുള്ള സുഹൃത്തിനും 50% അതിന് താഴെയുള്ള സുഹൃത്തിനും ലഭിക്കും. ഇനി അതിന് താഴെ ഫോർത്ത് ലെയർ ഉണ്ട്. ഫോർത്ത് ലെയറിൽ 10,000 ഫ്രണ്ട്സ്, ആ 10,000 ഫ്രണ്ട്സിൽ ആരുടെയെങ്കിലും ഒരു കോഡ് യൂസ് ചെയ്താണ് അവിടെ ബിസിനസ് നടക്കുന്നതെങ്കിൽ ആ ബിസിനസിന്റെ 1% നിങ്ങൾക്കും 10% നിങ്ങളുടെ ഫസ്റ്റ് ലെയറിലെ സുഹൃത്തുക്കൾക്കും 20% സെക്കൻഡ് ലെയറിലെ സുഹൃത്തിനും 30% തേർഡ് ലെയറിലെ സുഹൃത്തുക്കൾക്കും 50% ഫോർത്ത് ലെയറിലെ സുഹൃത്തുക്കൾക്കും ലഭിക്കും. ഇങ്ങനെ ഒരു മൾട്ടി ലെവൽ ഇൻകം ജനറേറ്റിംഗ് സോഴ്സ് ആണ് ഡിസോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ബെനിഫിറ്റ്. പിന്നെ അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്കോണമിയിലേക്ക് പുതിയ 2 കോയിനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡോകോയിൻ ആൻഡ് സോകോയിൻ. ഡോകോയിൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 1 ഇന്ത്യൻ റുപ്പി, 1 രൂപയാണ്. സോകോയിൻ്റെ മൂല്യം 1 ലാഖ്, 1 ലക്ഷം ഇന്ത്യൻ റുപ്പിയാണ്. അതായത് 1 ലക്ഷം ഡോകോയിൻ ഈസിക്കൽ ടു 1 സോകോയിൻ. ഇത് ഇനിഷ്യൽ സ്റ്റേജിലെ വാല്യൂ ആണ്. നമ്മുടെ എക്കോണമിയിലേക്ക് പുതിയൊരു ഡിജിറ്റൽ കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് ഡിസോക്ക് മാർക്കറ്റിംഗിൻ്റെ അടുത്ത ഒരു എയിം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ഇതിൽ ഓരോരുത്തർക്കും ലഭിക്കുന്ന കമ്മീഷൻ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. ഈ കമ്മീഷൻ പോയിന്റുകളായിട്ടാണ്, ഓരോ ഡോകോയിനുകളായിട്ടായിരിക്കും നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എപ്പോഴാണോ 1 ലക്ഷം ഡോകോയിൻ കളക്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സോകോയിനായിട്ട് കൺവേർട്ട് ആവുകയും അപ്പോൾ മാത്രമേ വിഡ്രോ ചെയ്യാൻ കഴിയൂ. ഇപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു നിരാശ തോന്നിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സോകോയിൻ ലഭിക്കുന്നതിനായി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും എന്നതായിരിക്കും പലരുടെയും മനസ്സിലെ ഒരു ചിന്ത. ഇങ്ങനെ ഒരു കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളിൽ ഓരോരുത്തരിലും ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു ഹാബിറ്റ് ഇൻജെക്റ്റ് ചെയ്യാനായിട്ടാണ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു ആശയം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കോയിൻ തന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങളിൽ പലരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഡിസോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം മാത്രമല്ല, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. അതായത് ഒരു ഫ്രീ ഇൻവെസ്റ്റ്മെന്റ്, ഫ്രീ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഡിസോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇൻവെസ്റ്റ്മെന്റ്? ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? എന്തിന്
നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. നമ്മുടെ ചുറ്റുപാടുകൾ ഒബ്സർവ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് റിച്ച് പീപ്പിൾസ് അവർ മണി ഏൺ ചെയ്തത് പണം ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മളിൽ ഓരോരുത്തരും പണത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ പണമുള്ളവൻ പണം ഉപയോഗിച്ച് പണമുണ്ടാക്കുന്നു. അതാണ് ചെയ്യുന്നത്. പണം ഉപയോഗിച്ച് പണമുണ്ടാക്കുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു സ്വന്തം അല്ലെങ്കിൽ മറ്റുള്ള ഒരാളുടെ ഐഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു ഐഡിയയെ ഒരു സക്സസ് ബിസിനസ്സായി മാറ്റി അതിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മളൊരു ബിസിനസ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് മാൻ ചെയ്യുന്നത് എന്താണ്? ഒരു ഇനിഷ്യൽ സ്റ്റേജിലുള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ഒന്നുകിൽ സ്വന്തമായി ഉള്ള ഒരു ഐഡിയയുടെ പുറത്തുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആരുടെയെങ്കിലും ഐഡിയയുടെ പുറത്തുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടാണ് അവരെല്ലാവരും വലിയൊരു പണക്കാരായി മാറിയത്. നേരെ മറിച്ച് നമ്മളിൽ പലരും ചെയ്യുന്നത് പണത്തിനായി പണിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും പണത്തെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കാറില്ല. കാരണം അങ്ങനെ പണിയെടുപ്പിക്കാൻ നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് എന്താണ്? സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ 10 കൊല്ലം പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 1000 രൂപയുണ്ടെങ്കിൽ നമുക്ക്, അത് കറക്റ്റ് വാല്യൂ അല്ല, എന്നാലും ഞാൻ ഒരു ഏകദേശ കണക്ക് പറയുന്നതാണ്. 1000 രൂപയുണ്ടെങ്കിൽ നമുക്കൊരു ബിറ്റ് കോയിൻ വാങ്ങിക്കാൻ സാധിക്കുമായിരുന്നു. നേരെ മറിച്ച് ഇന്ന് ഒരു ബിറ്റ് കോയിൻ വാങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പോലും സാധിക്കില്ല. അതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്. അതായത് വർഷങ്ങൾ കൂടുന്തോറും നമ്മൾ നിക്ഷേപിച്ച പണത്തിന്റെ മൂല്യം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതിന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് കറക്റ്റ് ടൈമിങ്ങിലായിരിക്കും. അതായത് ഒരു ബിസിനസിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 10 മടങ്ങാണ്. അതായത് ഒരു ബിസിനസ്സിന് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 1000 എന്ന് കണക്കാക്കിയതിനു ശേഷം അതിനെ 1000 കഷ്ണങ്ങളായി ഡിവൈഡ് ചെയ്യുക. അതിൽ ഓരോ കഷ്ണത്തിനും ഓരോ പീസിനും 1 രൂപയാണ് വാല്യൂ. ഓക്കെ, ഈ കമ്പനി ഓരോ കൊല്ലം കഴിയുമ്പോഴും 2 ഇരട്ടിയായി ഇതിന്റെ വാല്യൂ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതായത് 1000 പീസുകളുള്ള ഈ കമ്പനിയുടെ വാല്യൂ അടുത്ത കൊല്ലം ആകുമ്പോൾ അത് 1000 പീസിന് 2000 രൂപയാവും വാല്യൂ. അടുത്ത കൊല്ലം ആകുമ്പോൾ 2000 എന്നുള്ളത് 4000 രൂപയായി വർദ്ധിക്കും. ഇങ്ങനെ ഓരോ കൊല്ലവും ഇരട്ടിയായി ആ ഒരു കമ്പനിയുടെ വാല്യൂ വർദ്ധിക്കും എന്ന് സങ്കല്പിക്കുക. ഇനിഷ്യൽ സ്റ്റേജിൽ ആ കമ്പനിയുടെ ഒരു സ്റ്റോക്ക്, അതായത് ഒരു കഷ്ണം, ടോട്ടൽ വാല്യൂവിനെ കഷ്ണങ്ങളായി ഭാഗിച്ചതിന്റെ ഒരു പീസിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 രൂപയാണ്. അത് ഓരോ വർഷവും ഇരട്ടിച്ചിരട്ടിച്ച് 10 കൊല്ലമാകുമ്പോൾ ആ ഒരു സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് കൊല്ലം 1, സെക്കൻഡ് 4, 8, 16, 32, 64, 128, 256, 512, 1024. 1 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 10 കൊല്ലങ്ങൾക്ക് ശേഷം 1024, 1000 മടങ്ങായി വർദ്ധിച്ചു. ഇതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ബെനിഫിറ്റ്. അതായത് ഒരു ലോങ് ടൈമിലേക്കാണ് നമുക്ക് അതിന്റെ യഥാർത്ഥ പ്രോഫിറ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നമുക്ക് ഹ്യൂജ് ഒരു പ്രോഫിറ്റ് നൽകുകയുള്ളൂ. അങ്ങനെ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ലഭിക്കണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കൂടിയേ തീരൂ. 100 ഡോക്കോയിൻ ആകുമ്പോൾ തന്നെ അത് കൺവെർട്ട് ചെയ്ത് നിങ്ങൾക്ക് മണിയാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും എപ്പോഴാണോ 100 ഡോക്കോയിൻ ആകുന്നത്, 100 ഡോക്കോയിൻ ആക്കുക നിസ്സാരമായ ഒരു ജോലിയാണ്. നിങ്ങൾ ഈ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും. നേരെ മറിച്ച് അതൊരു 1 ലക്ഷം ഡോക്കോയിനായി നിങ്ങൾക്ക് ഒരുമിച്ച് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ആണ്. അത് നിങ്ങൾക്ക് വീണ്ടും ഇതിൽ കണ്ടിന്യൂ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് പോവുക, അത് നിങ്ങളുടെ ഇഷ്ടം. ബട്ട് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ ലോങ് ടൈമിലേക്ക് നല്ലൊരു ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. അതായത് ഇനിഷ്യൽ സ്റ്റേജിൽ വേണം നിങ്ങൾ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്കിൽ മാത്രമേ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ആ ഒരു കോയിനെ ഇൻവെസ്റ്റ്മെന്റ് എന്നതുപോലെ ഇവിടെ ഹോൾഡ് ചെയ്ത് ഒരു ഹ്യൂജ് പ്രോഫിറ്റായി റിട്ടേൺ തരാനും തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സ്റ്റോക്ക് മാർക്കറ്റ് അല്ല, ദിസ് ഈസ് സോക്ക് മാർക്കറ്റ്. അപ്പോൾ എല്ലാവരെയും ഈ ഒരു ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്കും ഫ്രീ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ഓൾ ദ ബെസ്റ്റ്.